Are you ready to reap? I'm sure that you are ready to reap the fruit. Correct? നിങ്ങളുടെ parents, yes, നിങ്ങളുടെ parents, നിങ്ങളുടെ family, നിങ്ങളുടെ friends എല്ലാവരും നിങ്ങളെ നോക്കിയിരിക്കുകയാണ്. 20 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് നിങ്ങളുടെ സ്വപ്ന ജോലി. നിങ്ങൾക്ക് ഏത് ജോലി കിട്ടുന്നു? കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഈ ലക്ഷ്യങ്ങളെ 2 തരത്തിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന്, നിങ്ങൾക്ക് തീരുമാനിക്കാം കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ പോയി ഇരുന്നു കൊണ്ട് പടിഞ്ഞാട്ട് നോക്കി സ്വപ്നം കാണണോ, അതോ ദുബായിലെ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള ടവറായ ബുർജ് ഖലീഫയുടെ താഴെ പോയി നിന്ന് അതിൽ കാലും വെച്ച് ചാരി നിന്നുകൊണ്ട് മുകളിലോട്ട് നോക്കി സ്വപ്നം കാണണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. സോ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ നമ്മുടെ ജോബ്, നമ്മുടെ കോമ്പീറ്റൻസി നമ്മൾ ഫ്രെയിം ചെയ്ത് നമ്മൾ ഓരോ ഇന്റർവ്യൂവിനെയും അപ്രോച്ച് ചെയ്യേണ്ടത്. റൈറ്റ്? കാരണം ഇനി നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലോട്ട് ഞാൻ കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം, ആസ് ഐ ടോൾഡ് യു ഇൻ ദ ബിഗിനിങ്, നമ്മൾ ആദ്യം നമ്മുടെ പേരാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണം, ഐ ആം Praveen Madhavan, coaching campus to corporate, director of Triple and Axiomatic Solutions Private Limited. ഒരു പഞ്ച് ഡയലോഗിലായിരിക്കണം നമ്മുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ തുടങ്ങേണ്ടത്. പഞ്ച് ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളിക്കുക എന്നുള്ളതല്ല, പക്ഷെ കോൺഫിഡൻസ്. റൈറ്റ്? ഇപ്പൊ നമുക്കറിയാം ഷേക്സ്പിയർ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്നുള്ള ആ ഒരു പ്ലേയില് വാട്ട് ഈസ് ഇൻ എ നെയിം എന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റ്? സോ ഒരു പേരിൽ എന്തിരിക്കുന്നു? പക്ഷെ ഒരു പേരിലാണ് എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ജയിൽ പുള്ളികൾക്ക് പേരില്ല, നമ്പറേ ഉള്ളൂ. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും യൂണിക് ഐഡന്റിഫിക്കേഷൻ ടാഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേരാണ്. കറക്റ്റ്? സോ വൺസ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പലരും എക്സ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ പല ഇന്റർവ്യൂവറും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സെൽഫ് ഇൻട്രൊഡക്ഷൻ. റൈറ്റ്? സോ നമുക്ക് അനന്തു സാറും വിജയരാഘവൻ സാറും പറഞ്ഞു ഫസ്റ്റ് ഇംപ്രഷൻ. എന്തിനാണ് നമ്മുടെ സ്പീക്കേഴ്സ് ഫസ്റ്റ് ഇംപ്രഷനെ കുറിച്ച് മെൻഷൻ ചെയ്തത്? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ആൻഡ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മളെല്ലാവരും കേട്ട് വളർന്നവരാണ്. റൈറ്റ്? സോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡിയർ ജോബ് സീക്കേഴ്സ്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഓൾവേസ് ദ ബെസ്റ്റ്. നിങ്ങൾക്ക് കിട്ടുന്നത് 4 സെക്കൻഡ് ആണ്. ഈ 4 സെക്കൻഡിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. യു ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ within a span of 4 seconds. അതെങ്ങനെയാണ്? അത് പല തരത്തിലാണ് അല്ലെ? കാരണം 93/7 പ്രിൻസിപ്പിൾ, 93/7 പ്രിൻസിപ്പിൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ കുറിച്ചിടണം. യു മേ ബി ഗുഡ് ഇൻ ടേംസ് ഓഫ് യുവർ അക്കാഡമിക്സ്, യുവർ സോഷ്യൽ മീഡിയ, യുവർ റെസ്യൂമേ ഈസ് എക്സ്ട്രാ ബ്രില്യൻറ്റ്, attractive, but the way you present always matters. So there lies the significance of 93/7 principle, my dear friends. 93% എന്ന് പറയുന്നത് നിങ്ങളുടെ നോൺ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് the way you groom yourself, you dress, your body language, everything matters. Sir, eye to eye contact illepadu. Eye to eye contact. Absolutely. Eye contact എന്ന് പറയുന്നത് ബോഡി ലാംഗ്വേജിന്റെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മാൻഡേറ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഓൾറൈറ്റ്? ഓക്കേ, താങ്ക് യു. ഒത്തിരി ഘടകങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആൻഡ്രിയ ചോദിച്ച പോലെ ഐ കോൺടാക്ട് ഒരു കാര്യം. 2, ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ലിപ്പ് മൂവ് ചെയ്യുന്നു. ഓക്കെ, എന്റെ ലിപ്പ് മൂവ്മെന്റും എന്റെ ഹാൻഡ് മൂവ്മെന്റും എന്റെ ജെസ്റ്ററും കോംപ്ലിമെന്റ് ചെയ്യണം, സിങ്ക് ചെയ്യണം. അല്ലാതെ ഇപ്പൊ ഞാൻ പറയാണ് ഹലോ ആൻഡ്രിയ, hi, how are you? So this is something funny, right? This is not the case. Body language matlab you have to compliment everything. അതായത് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങളുടെ കൈകൾ കോംപ്ലിമെന്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ ഐ ആം സ്ട്രോങ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഐ ആം കോൺഫിഡന്റ് എന്ന് ഞാൻ പറയുകയാണ് ഒരു അദ്ദേഹം ആൻഡ്രിയെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇക്കാര്യങ്ങളിലോട്ട് വന്നത്. ഇപ്പോ ഞാൻ പറയാണ് യെസ്, why should I hire you? This is a common question. Why should I hire you? So ഞാൻ പറയാണ് sir, I'm very confident. I believe that I'm confident and I have the skill set, blah 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 blah. So this means you could see that, you could notice that the guy is struggling a bit. He's not able to produce, he's not able to come up with the expected level of standard in terms of confidence or whatever. So that means what? നിങ്ങൾ കോൺഫിഡന്റ് ആണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ, ഇപ്പൊ നമുക്കറിയാം പാട്ട് പാടുമ്പോ അല്ലെ, നമുക്ക് ആ ഒരു സ്വരം അല്ലെങ്കിൽ പാട്ട് മാത്രം പോരെ, ഭാവം വേണം എന്ന് പറയാറുണ്ട്. നെടുമുടി വേണു
നമ്മുടെ വിട്ടുപിരിഞ്ഞ ഒരു വലിയൊരു മഹാനടനാണ്, കലാകാരൻ. അദ്ദേഹത്തിന്റെ സർഗം എന്ന സിനിമ എത്ര മനോഹരമാണ് അല്ലെ. അതുപോലെ ഒരുപാട് സിനിമകൾ. സോ അത് തന്നെ ഏറ്റവും വലിയ, നമ്മൾ ഭാവം വേണമെന്ന് പറയും. ഭാവമില്ലാതെ നമ്മൾ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ the audience cannot enjoy the taste, every bit of it you cannot get it. So this is what, once you want to say confidence, once you want to express yourself, your eye contact, your body movement, idana makkale 93%, right? ini adile 7% matramana your topic, that means your content, what you're going to speak. English is not a matter of intelligence, but you can speak good means that is always great. Communication skill is always very important. But non-verbal, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം, റൈറ്റ്, ഇപ്പോൾ ഇതിൽ ഒരുപാട് പേര് വീഡിയോ ഓഫ് ചെയ്ത് അല്ലെ, സ്റ്റുഡൻസ്, ജോബ് സീക്കേഴ്സ് വീഡിയോ ഓഫ് ചെയ്ത് വീഡിയോന്റെ പുറകിലാണ്. എന്തിനാണ് നമ്മളെ ഹൈഡ് ചെയ്യുന്നത്? ദിസ് എ വിർച്വൽ പ്ലാറ്റ്ഫോം. ഇപ്പൊ somebody asked about ഓൺലൈൻ ഇന്റർവ്യൂ, ഒരു ഡൗട്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദിസ് വാട്ട്, ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ആൻഡ് യു ഷുഡ് അറ്റൻഡ് ആസ് ഇഫ് യു ഗോണ അറ്റൻഡ് ദ റിയൽ ഇന്റർവ്യൂ. സിമിലർലി യു ആർ അറ്റൻഡിങ് എ വെബിനാർ, മത്ലബ് വാട്ട്, റിയൽ ആയിട്ട് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, റൈറ്റ്? ഞാനൊരു ടീച്ചർ ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന സമയത്ത് പല ടീച്ചർമാരും ഞാൻ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയാണ്, പല ടീച്ചർമാരും അടുക്കളയിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ടീച്ചർമാർ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ദിസ് ഈസ് വാട്ട്. പിന്നെ അവർ കുട്ടികളെ കുറ്റം പറയാൻ പാടുമോ? ഇല്ല. So similarly, we don't want to hide ourselves, right? Body language, everything is important. So and ഒരു കാര്യം, ഇപ്പോ let me come to the point. Resume എല്ലാം നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു, ഞാൻ പറഞ്ഞു. 2 ലിങ്ക്ഡിൻ എല്ലാം, പ്രൊഫൈൽ എല്ലാം, സോഷ്യൽ മീഡിയ എല്ലാം നിങ്ങൾ പക്കയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഇന്റർവ്യൂ റൂമിൽ വന്നു. Are you nervous, my dear friends? Because every minute that you spend inside the premise, the building, somebody is watching, right? One thing. Second, every word you say, every body movement, every gesture you make, every facial expression you make, you are being noticed, you are being watched, you are being observed, and you are being evaluated. Clear? This is what, നമ്മൾ ഒരിക്കലും ഒരു ഇന്റർവ്യൂ ക്യാമ്പസിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പോകും, നമ്മൾ ഇപ്പോൾ ഒരു 20 minutes 30 minutes നമുക്ക് സമയമുള്ളൂ, അല്ലെങ്കിൽ അതർവൈസ് ഐ വുഡ് ഹാവ് ഷോൺ യു വീഡിയോസ്. നമ്മളൊരു ക്യാമ്പസിൽ എത്തുമ്പോൾ തന്നെ ദ വേ യു ഗ്രീറ്റ് ദ സെക്യൂരിറ്റി ഗാർഡ്, ദെൻ പിയൂൺ, മേ ബി സ്വീപ്പർ, റിസപ്ഷനിസ്റ്റ്, എല്ലാവരുടെ ആ ഒരു പ്രൊഫഷണലിസം എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. We are supposed to maintain the professionalism in terms of your behavior, your thoughts, your gesture, your attitude, everything counts. Okay? That is very important. Please keep in mind. Second thing, നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് വേണം, റൈറ്റ്? ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു ജോലി ആയിരിക്കും. അതുകൊണ്ട് എന്ത് പറ്റും? നിങ്ങൾ പ്രഷറിലാവും. പ്ലഷർ ആയിരിക്കില്ല, പ്രഷറിലായിരിക്കും. ഫിയർ, നെർവസ്നെസ്, റൈറ്റ്? ഇപ്പോ നെർവസ്നെസ് വേണ്ട, നിങ്ങൾ റിലാക്സ് ചെയ്യൂ, കംഫർട്ടബിൾ ആയിരിക്കൂ എന്ന് ഞാൻ നിങ്ങളോട് പറയും. അറ്റ് ദ സെയിം ടൈം ലെറ്റ് മീ ആഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരു ചെറിയൊരു കൺട്രോൾഡ് ഫോമിലുള്ള ഒരു നെർവസ്നെസ്സോ ഒരു ടെൻഷനോ ഉള്ളത് ഒരു പരിധിവരെ കോൺട്രഡിക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാലും ഞാൻ പറയുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. ഒരു ചെറിയൊരു മാനേജബിൾ ആയിട്ടുള്ള ഒരു ടെൻഷൻ, അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, once you have your ass on fire in the belly, നിങ്ങൾക്ക് ഓടാൻ തോന്നും. You have to run for your life. Every interview is important. കാരണം ഞാൻ എൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പൊ ഞാൻ ഒരു കോളേജിൽ പോവാണ്, കോളേജിൽ ക്യാമ്പസ് ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് പലരും വളരെ അക്കാഡമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള, കോൺഫിഡൻറ്റ് ബീയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, they want to attend maximum interviews. It is always good, but at the same time, from the company perspective, കുറച്ച് പേര് ഹയർ ചെയ്തു, ഈ കുറച്ച് പേര് ഹയർ ചെയ്തവർ ജോയിൻ ചെയ്തില്ല, പിന്നെ അത് ഒരു നെഗറ്റീവ് മാർക്കാണ് നമ്മുടെ കോളേജിന്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏതാണോ വേണ്ടത് അത് നമ്മുടെ കോമ്പീറ്റൻസി അനുസരിച്ച്, നമ്മുടെ സ്കിൽ സെറ്റ് അനുസരിച്ച് നമ്മൾ തന്നെ ഇന്ന കമ്പനീസ് എന്ന് നമ്മൾ ആദ്യം ചൂസ് ചെയ്ത് വെക്കണം.
But നിങ്ങൾക്ക് കിട്ടുന്ന പരമാവധി exposure in terms of attending interviews, do that, right? Provided with placement officer's permission, അല്ലെങ്കിൽ outside the campus, you can do that, right? So what you can do is that, my dear friends, you have to prepare well in advance, right? ആ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ടെൻഷൻ, ഒരു മാനേജബിൾ ആയിട്ടുള്ള ഒരു ഫിയർ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഷാർപ്പനിങ് കുറച്ചുകൂടെ ഉണ്ടാവും, നമ്മൾ അലേർട്ട് ആയിരിക്കും കുറച്ചുകൂടെ. ക്ലിയർ? അപ്പോ എനിക്ക് ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ, 8 മണിക്കൂർ നിങ്ങൾക്ക് ഒരു മരം വെട്ടാൻ കിട്ടുകയാണ്, എത്ര മണിക്കൂർ നിങ്ങളുടെ മഴു ഷാർപ്പൻ ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കും? 1 മണിക്കൂറാണോ അതോ 2 മണിക്കൂറാണോ? ആൻഡ് ദിസ് ഈസ് മൈ ആൻസർ ഫോർ യു. ഇഫ് യു ഹാവ് 8 hours to chop down a tree, my dear friends, my dear career aspirants, spend at least 6 hours to sharpen the axe. And 2 hours, you can easily, cut down the tree. So future is about skill. And to impart the skill, you should have the will, right? So this is fairly important. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്റർവ്യൂസ് ഏതും ക്രാക്ക് ചെയ്യാൻ പറ്റും, റൈറ്റ്? ഇനി ഞാൻ എൻ്റെ കോണ്ടന്റിലോട്ട് കടക്കാൻ പോവാണ്, വിത്ത് യുവർ പെർമിഷൻ. These are the 10 tips which I'm going to share with you, and I'm sure that to catch your dream job, this will be of great use. All right? I hope my board is visible for you. I don't have any PPT because we are over the interview table. Okay. So first point, research about the company. Here, research about the company. എങ്ങനെയൊക്കെയാണ് ഒരു കമ്പനിയെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുക? That is one thing. For example, നിങ്ങൾക്ക് ഇന്റർവ്യൂ തന്നെ പല തരത്തിലുണ്ട്. ഇപ്പോ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻവിറ്റേഷൻ ഇന്റർവ്യൂ ഉണ്ട്. വാട്ട് യു മീൻ ബൈ ഇൻവിറ്റേഷൻ ഇന്റർവ്യൂ? ആദ്യം ഞാൻ റെസ്യൂമിലേക്ക് വരുന്ന സമയത്ത് ആ കാര്യങ്ങൾ പറയാം. നമ്മുടെ റെസ്യൂമെ സ്ക്രീൻ ചെയ്യും. ഈ റെസ്യൂമെ ഞാൻ കഴിഞ്ഞ ദിവസം when in fact I do want to research about the employability skills, normally what I do is that I do interact with all the HR managers, VPs, professionals and experienced people like Vijay Raghavan sir, Anand sir, a lot of personalities. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് profiling is one thing which is fairly important. ഇപ്പൊ ഒരു കോളേജിൽ നിന്ന് ഒരു 100 പ്രൊഫൈല് 100 പേര് ക്യാമ്പസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 100 പേരുടെ പ്രൊഫൈൽ എനിക്ക് കിട്ടുകയാണ്. ഇവിടെ ഒരു ബിറ്റർ റിയാലിറ്റി ഇസ് ദാറ്റ് കൂടുതൽ റെസ്യൂമെയും ഒരേ ഒരു ഫോർമാറ്റിലായിരിക്കും വന്നിട്ടുണ്ടാവുക. പലപ്പോഴും അവരുടെ ഹോബി തന്നെ സെയിം ആയിരിക്കും, ഒബ്ജക്റ്റീവ് സെയിം ആയിരിക്കും, റൈറ്റ്? അങ്ങനെയല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓരോരുത്തരും യുണീക്ക് ആണ്. നിങ്ങളുടെ ഹോബി ഡിഫറെന്റ് ആണ്, നിങ്ങളുടെ ക്വാളിറ്റി ഡിഫറെന്റ് ആണ്. സോ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, റൈറ്റ്? സോ ആൻഡ് I'll detail you when I actually talk about resume. And research about the company is one thing which is very important. Once you receive a call letter, നിങ്ങൾക്ക് കമ്പനിയുടെ പേര് അറിയാം. ഫോർ എക്സാമ്പിൾ ട്രിപ്പിൾ ആക്സിയോമാറ്റിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ നിങ്ങൾ കമ്പനി വെബ്സൈറ്റ് പരിശോധിക്കണം, കമ്പനിയുടെ സോഷ്യൽ മീഡിയ ചാനൽസ് നിങ്ങൾ പരിശോധിക്കണം. അതുപോലെ തന്നെ കമ്പനി എവിടെയൊക്കെ പ്രസന്റ് ആണോ, ഫോർ എക്സാമ്പിൾ mouthshut.com, glassdoor.com, LinkedIn, Facebook, Google. So any social 20+ social media websites are available. So you have to browse here. That is one thing. Third one, leadership. Who are the leadership? Who are the people who actually share the management team, the strategic managers, everything. Okay. Fourth point, growth strategies of the company. And my dear friends, once you're able to prepare well, obviously confidence will follow. Clearly you will get the confidence out of it. ബിക്കോസ് നമ്മൾ സാധാരണ ഒരു പരീക്ഷ എഴുതുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു എക്സാം ആണെങ്കിൽ നിങ്ങൾ അറിയാതെ കോൺഫിഡൻസ് നിങ്ങളുടെ കൂടെ വരും. ഒരുപക്ഷെ ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാർക്കും എല്ലാം പ്രിപ്പയർ ചെയ്തവർക്കും പേടിയുണ്ടാവില്ല, നമ്മൾ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ കമ്പനിയെ കുറിച്ച് നിങ്ങൾ റീസെർച്ച് ചെയ്യണം, റൈറ്റ്? അതിന് ഇന്ന് ഒരുപാട്, കാരണം നേരത്തെ 10 വർഷം മുന്നേ ഉള്ള ഒരു സ്റ്റോറീസ് ഒന്നും അല്ല. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല എന്നുള്ളത്. നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ കമ്പനിയുടെ A to Z ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കമ്പനീസ് എല്ലാം വളരെ കോമ്പറ്റീറ്റീവ് ആണ് അവർ, ബിക്കോസ് ദേ വാണ്ട് ടു അപ്ഗ്രേഡ് ദ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ദേ ആർ എ പാർട്ട് ഓഫ് ഡിഫറെന്റ് CSR ആക്ടിവിറ്റീസ്. സോ ലേൺ അബൌട്ട് ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഇറ്റ് ഹിയർ. കാരണം ഇതെല്ലാം നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന്റെ സ്റ്റിയറിംഗ് വീൽ നിങ്ങളുടെ കയ്യിലായിരിക്കും.
ഒരിക്കലും ഇപ്പോ ഒരു ഇന്റർവ്യൂവർ വരികയാണ്, ഇന്റർവ്യൂവർ വന്നിട്ട് ഇന്ന് ഞാൻ ആൻഡ്രിയയ്ക്ക് പണി കൊടുക്കാം, ഇന്ന് ഞാൻ അഭിജിത്തിന് പണി കൊടുക്കാം എന്ന് ഒരു ഇന്റർവ്യൂവറും കാലത്ത് എണീക്കുന്ന സമയത്ത് വിചാരിച്ചിട്ടല്ല ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത്. ദാറ്റ് ഈസ് വൺ തിങ്. ഏറ്റവും നല്ല ഇന്റർവ്യൂ എക്സ്പീരിയൻസ് അവർക്കും വേണം. അണ്ടർസ്റ്റാൻഡ്? സെക്കൻഡ് പോയിന്റ്, നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാ ഇന്റർവ്യൂ എടുക്കുന്ന ആളുകളും, അതായത് ഇന്റർവ്യൂവേഴ്സും HR പ്രൊഫഷണൽസ് ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ IT ബാക്ക്ഗ്രൗണ്ട് ആണ്, അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്, മാനേജ്മെന്റ് MBA ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ സ്പെസിഫിക് ടു ഇറ്റ് ആ സ്ട്രീം ഹാൻഡിൽ ചെയ്യുന്ന മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, VPs അവരായിരിക്കും ഒരുപക്ഷെ ഫസ്റ്റ് റൗണ്ടോ സെക്കൻഡ് റൗണ്ടോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എടുക്കാൻ വരാം. റൈറ്റ്? ഫോർ എക്സാമ്പിൾ IT ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ഓക്കെ, സ്ക്രീനിങ് ഇസ് ഓവർ, സെക്കൻഡ് റൗണ്ട് മെഷീൻ ടെസ്റ്റിംഗ്, ടെക്നിക്കൽ ഹെഡ് ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുക. സോ ഇത്തരത്തിലാണ്. റൈറ്റ്? സോ ആസ് ഇന്റർവ്യൂ ഡിഫറെന്റ് ഫ്ലേവേഴ്സിലാണ്. ഇപ്പൊ നമ്മളെല്ലാവരും കോച്ചിങ് ചെയ്യുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഏതൊരു ഇന്റർവ്യൂവും ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് യു ഹാവ് ടു അഡ്ജസ്റ്റ് with the different types of interview, right? And there are different types of interview, telephonic interview, online interview, offline interview, technical interview, and a many lot, right? Then company website ettum nalla reethiyil manasilaക്കുക. Then I hope you can see the board. Then other engagements of the company. Then all these things, right? Now let me go to the second point. Understand the job description well, right? Because before the interview itself, എപ്പോഴും എല്ലാ ഇന്റർവ്യൂവും ജയിക്കുന്നത് എപ്പോഴാണ്? Interviews are won even before the interview takes place. And this is, I would like to compare interviews with a dating between the interviewee and interviewer, right? And the company is looking for a contract, a marriage contract. And my responsibility or your responsibility is to fill the gap, right? And showcase yourself in such a manner that I'm the perfect fit that you are looking for. My dear friends, it is not just about your academic score. Interview is about creating impressions. കാരണം 20 വർഷത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരു 15 മിനിറ്റിലോ 10 മിനിറ്റിലോ അല്ലെങ്കിൽ അരമണിക്കൂറോ നിങ്ങൾക്ക് ഇന്റർവ്യൂവറുടെ മുന്നിൽ കിട്ടുന്ന ആ സമയം എത്ര മനോഹരമായിട്ട്, എത്ര പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുവോ. പെർഫോമൻസ്. ആൻഡ് when we talk about campus interviews, your performance should be at the peak. കാരണം നിങ്ങളുടെ കൈപിടിച്ച് കളിച്ചു വളർന്ന, നിങ്ങൾ ഒരേ ബെഞ്ചിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരേ ഇന്റർവ്യൂ റൂമിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരുങ്ങി വന്ന കൂട്ടുകാരനും കൂട്ടുകാരികളുമാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ്. റൈറ്റ്? Take it in the positive spirit, but this is a bitter reality. That means what? You have to perform, correct? You have to keep on performing. അതിനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത്. JD, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, പ്രൊഫൈൽ എന്താണ്, അത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ സർ നേരത്തെ മെൻഷൻ ചെയ്തു യുവർ കീവേഡ്സ്, റൈറ്റ്? ജോബ് ഹണ്ടിങ്ങിൽ, ജോബ് സെർച്ചിൽ ഏറ്റവും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ, ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് keywords, right? Already well explained. So ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. ഒരേ ഒരു കാര്യം, JD നിങ്ങൾ സ്വായത്തമാക്കുക, മനഃപ്പാഠമാക്കുക, so that you will be able to understand what is the real expectation of the interviewer or company. അതിനനുസരിച്ച് നിങ്ങളുടെ റെസ്യൂമെ ഫ്രെയിം ചെയ്യാൻ പറ്റും. And please do carry a customized resume always. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഓൾറെഡി you have seen in the first presentation, right? So now it is up to you how well you build the content, right? പക്ഷേ കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും, okay, I'll come to that. Then JD-യിലെ key responsibility areas, key performance indicators, all those things, please understand. KRA and KPI. Hope you're clear. Third point, know your interviewer, my dear friends. Because even before the interview itself, and because this is social media era, so you have every source to understand about the interviewer.
ഇനിയിപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ forget it. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ ഒരു കമ്പനിയിൽ TCS നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ TCSൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണെങ്കിലും ക്യാമ്പസ് ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണെങ്കിലും you know about the company, right? Suppose if you are able to know about the interviewer, browse through him. അദ്ദേഹത്തിനോട് നിങ്ങളൊന്ന് പറയുക. ഓക്കെ, കാരണം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്, അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ, അദ്ദേഹത്തിന്റെ പോസ്റ്റ്, അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ്, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്, ഇഫ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. എൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ വളരെ ഒട്ടും ഞാൻ ഹൺഡ്രഡ്സ് ഓഫ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഹൺഡ്രഡ്സ് അല്ല, മെനി ഹൺഡ്രഡ്സ്. സോ കുറെ ഇന്റർവ്യൂസ് ഒക്കെ ആദ്യം കിട്ടി. കുറെ ഇന്റർവ്യൂസിൽ ഞാൻ ലിറ്ററലി ഫെയിൽ ആയി. കാരണം ഫെയിലിയർ ഇസ് എ പാർട്ട് ഓഫ് എനി ഗെയിം. ദെൻ ഐ കുഡ് ലേൺ എ ലോട്ട്. സോ ഒരു ഇന്റർവ്യൂവിന് ഞാൻ ചെന്ന സമയത്ത് നമ്മുടെ ഇന്റർവ്യൂവർ, ഞാൻ എൻ്റെ ഫുട്ബോൾ എന്നുള്ള ഒരു ഹോബി ഞാൻ എഴുതിയിരുന്നു. ഈ ഫുട്ബോൾ എന്നുള്ള ഹോബി എഴുതിയ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ഫുട്ബോൾ കളിക്കോ, ടീമിലുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഐ കുഡ് see from him, I could listen to him like ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള ഒരു വാക്ക്. കാരണം അദ്ദേഹം പോർച്ചുഗലിന്റെ ഒരു ഫാനാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രസന്റ് ചെയ്തു. ദെൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന്റെ മറ്റെല്ലാ കാര്യങ്ങളും മറന്നുപോയി. We keep on discussing about Cristiano Ronaldo, his time in Real Madrid, all those things, right? So this is how, my friends, you can always take the steering wheel. You can take control, you can take charge, right? അത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ അടുത്ത പോയിന്റിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. Then let me complete this point. Profile of the interviewer, articles, his blog, common interview questions. ഇനി സപ്പോസ് ഇന്റർവ്യൂവറുടെ പേര് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വെക്കും. ഒരു ഇൻപുട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് അറിയോ, ആ സ്ട്രാറ്റജിക് മാനേജേഴ്സ് അല്ലെങ്കിൽ ഇന്ന കമ്പനിയുടെ HR മാനേജേഴ്സ് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു എഫേർട്ട് വേണം. എപ്പോഴും എഫേർട്ടിൽ കാര്യമുണ്ട്. കാരണം പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്താക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയ എത്രയും മനുഷ്യരെ ഭൂമിയിലേക്ക് അയച്ച അതീശൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ എഫേർട്ടാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പണിയെടുക്കാതെ ഇന്റർവ്യൂ, കാരണം ഞാൻ സുന്ദരനാണോ അല്ലെങ്കിൽ ഞാൻ സുന്ദരിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജോലി തരണമെന്നില്ല. കാരണം ഫോർ എക്സാമ്പിൾ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രി ആണെങ്കിൽ ചിലപ്പോൾ ജോലി കിട്ടിയെന്നിരിക്കും, റൈറ്റ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡസ്ട്രി. ക്ലിയർ? സോ നമ്മൾ എന്ത് ചെയ്യണം അറിയോ, ആ സ്ട്രാറ്റജിക് മാനേജേഴ്സിന്റെ പേര് വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് റിസർച്ച് ചെയ്യണം. 2, ഇതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അലുമിനി ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെ നെറ്റ്വർക്കിംഗ് ദർ ഇസ് എ ബിഗ് സ്കോപ്പ്. ലിങ്ക്ഡിനിൽ പോയി കഴിഞ്ഞാൽ you have every corporate available. So നോക്കിക്കഴിഞ്ഞാൽ you will be able to understand at least one guy, you will be able to map at least one guy who is working in that company, in the said company, right? So ആ റെസ്പെക്റ്റീവ് കമ്പനിയിലുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. And you can always write, "Hi sir, I'm Andrea and I would like to connect with you. I have an interview scheduled. I would like to know more about the company." My dear friends, even if you fail to perform, this guy can help you, right? And this is called rejection follow up. Rejection follow up. ഒരു ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ജോലി വേണം എനിക്ക് തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ I will get it because I have many sources, right? So and I'm not going in depth about it. ഒരുപാട് കാര്യങ്ങളുണ്ട്. Then 4th point, give employee centric answers, right? ഇനി ഇന്റർവ്യൂ, കാരണം നമ്മൾ ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾ ഇന്റർവ്യൂ റൂമിലെത്തി, കമ്പനിയെ കുറിച്ച് പഠിച്ചു. ഓക്കെ, ഇനി കമ്പനിയെ കുറിച്ച് പഠിച്ച ശേഷം JD മനസ്സിലാക്കി, ദെൻ ഇന്റർവ്യൂവറെ മനസ്സിലാക്കി. നെക്സ്റ്റ് പോയിന്റ്, ഞാൻ ഇന്റർവ്യൂ റൂമിലെത്തി. ഇന്റർവ്യൂ റൂമിൽ എത്തുമ്പോൾ ആദ്യം നമുക്കറിയാം ഫസ്റ്റ് ഇംപ്രഷൻ. ഇത് പല തരത്തിലാണ്, റൈറ്റ്? ഇപ്പോ ഞാൻ നടന്നു വരുന്ന ശൈലി, അല്ലെങ്കിൽ ഞാൻ ഫയൽ പിടിക്കുന്ന ശൈലി, ഇത് എന്റെ കയ്യിലുള്ള ഫയലാണ്. ഇത് എന്റെ കയ്യിലുള്ള ഫയലാണ്, റൈറ്റ്? അപ്പൊ ഞാൻ ഇതും പിടിച്ചിട്ട് വരികയാണ്. ഞാനൊരു ഡെമോ കാണിക്കുകയാണ്. ഐ എം നോട്ട് എ ഗുഡ് ആക്ടർ ബട്ട് സ്റ്റിൽ. ഓക്കെ, പെട്ടെന്ന് സന്തോഷ് സാറാണ് അല്ലെങ്കിൽ അനന്ത് സാറാണ് നമ്മുടെ ഇന്റർവ്യൂവർ. അദ്ദേഹം പെട്ടെന്ന് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നു. ബട്ട് ദിസ് ഈസ് മൈ ഹാൻഡ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓക്കെ സർ, കം ഓൺ. നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം, അല്ലെ? ഒരു സ്പീച്ച്, വി ഷുഡ് ബി പ്രിപ്പയർഡ് ഓൾവേസ്. വി ഷുഡ് ബി പ്രൊആക്റ്റീവ്.
correct? So what I should do? See this? Okay, I'm holding this in my left hand, and you can walk comfortably, right? You are ready to shake hand. If he is offering you a hand, you can always pay courtesy, correct? This is what. So everything matters. Everything matters. The way you walk, in the confidence, everything. And your spine should be straight. Always, your spine should be straight. And eye contact ne patti nerthe choichu le. Eye contact varnu kanyal endana? Don't stare at the interviewer, my dear friends. Don't ever stare at the interviewer. Don't look like a robot. നമ്മൾ എപ്പോഴും വളരെ കോൺഷ്യസ് ആകുമ്പോൾ അയ്യോ പ്രവീൺ പറഞ്ഞിട്ടുണ്ട് ഐ കോൺടാക്ട്, അപ്പൊ ഞാൻ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യട്ടെ. Is it so? No. Relax. Bindas. Carefree. ഞാൻ ബിന്ദാസ് എന്ന് പറയുമ്പോഴും അതിന് അതർ സൈഡ് ഉണ്ട്. ലൈക്ക് വളരെ ഒട്ടും വില കൊടുക്കാത്ത ബിന്ദാസ് അല്ല, ബട്ട് കുറച്ചുകൂടെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ യൂസ് ദ വേർഡ് ബിന്ദാസ്. കെയർഫ്രീ. ബി കംഫർട്ടബിൾ, കൂൾ, റിലാക്സ്, ഐ കോൺടാക്ട്. ഇപ്പൊ ഞാൻ തന്നെ എന്റെ സ്ക്രീനിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ എവിടേക്കെങ്കിലും നോക്കി പോകുന്ന പോലെ ഉണ്ടാവും. വെൻ ഐ ആക്ച്വലി ലുക്ക് അറ്റ് ദ ക്യാമറ, യു വിൽ ബി ഏബിൾ ടു സീ ദാറ്റ് ഐ എം ലുക്കിംഗ് അറ്റ് യു. സോ ദിസ് ഈസ് ഹൗ, റൈറ്റ്? ആൻഡ് ഒരു പാനൽ ഓഫ് ഇന്റർവ്യൂവേഴ്സ് ആണ്. നിങ്ങളുടെ മുന്നിൽ ഒരു 3-4 പേരുണ്ടെങ്കിൽ ഓൾവേസ്, മൈ ഡിയർ ഫ്രണ്ട്സ്, പേ അറ്റൻഷൻ ടു എവ്രി വൺ. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരാളാണെങ്കിൽ പോലും, സീ ദാറ്റ് യു ആർ ഗിവിംഗ് യുവർ റെസ്പെക്ട്, attention to everyone in the panel. Clear? Because നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ടീമിലാണ്, right? So you have to take care of the team well. Clear? So fourth point, നമ്മൾ ചോദിക്കുമ്പോൾ ആൻസർ പറയുമ്പോൾ എപ്പോഴും നിങ്ങൾക്കറിയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു വേദിയല്ല ഇന്റർവ്യൂ റൂം. അവർക്ക് എന്താണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയുന്നിടത്താണ് കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ്നെസ്. അതെപ്പോഴും ക്ലാരിറ്റിയോട് കൂടി, ക്ലാരിറ്റി ഈസ് പവർ എന്ന് പറയാറുണ്ട്. അതിപ്പോ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അതെ, ഒരു ആശയവിനിമയമാണെങ്കിലും ശരി, വാട്ട് എവർ ഇറ്റ് ഈസ്, യു ക്യാൻ ടേക്ക് എനി എക്സാമ്പിൾ. യു ക്യാൻ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ഈവൻ IPL, റൈറ്റ്? ഇറ്റ് ഈസ് അബൌട്ട് ക്ലാരിറ്റി in terms of teamwork, in terms of communication, in terms of shots, in terms of sixer, everything, right? Clarity is power. So നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഓണർഷിപ്പ് എടുത്ത് വേണം സംസാരിക്കാൻ. when I say the word ownership, I mean intrapreneur. Clear? അതായത് ഒരു എംപ്ലോയി അല്ല അവർ ഹയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ കമ്പനിയുടെ ബിസിനസ്, ഈ കമ്പനിയുടെ ഓണർ ഞാനാണ് എന്നുള്ള തരത്തിൽ റെസ്പോൺസിബിൾ ആയി, ഓണർഷിപ്പായി, അത്തരത്തിൽ വേണം നിങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യാൻ. നിങ്ങൾ അങ്ങനെ ആണോ അല്ലയോ, ദാറ്റ് ഈസ് സെക്കൻഡറി. ബട്ട് ഞാൻ എന്റെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതൊന്നും ഒരിക്കലും എന്താ പറയാ, സിനിമയിൽ കാണിക്കുന്ന പോലെ ഇത് ഇമിറ്റേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു വാക്ക് പറയാണ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ റിയൽ ജീവിതത്തിൽ ഇമിറ്റേറ്റ് ചെയ്യരുത്. ഞാൻ പറയുന്നത്, ഞാൻ MBAക്ക് വൈവ ചെയ്ത ഒരു കഥയാണ്. ഈ വൈവ ചെയ്ത കഥ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ബിവറേജസിലാണ് ഞാൻ വൈവ ചെയ്തത്. സോ അവിടെ റം ഉണ്ട്, ബ്രാൻഡി ഉണ്ട്, വിസ്കി ഉണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. കമ്പനിയുടെ പേര് SDF ഇൻഡസ്ട്രീസ്. അതിന്റെ പ്ലാന്റ് വന്നിട്ട് തിരുവല്ലാമല പറയുന്ന സ്ഥലത്ത്, ഓഫീസ് വന്നിട്ട് പാലക്കാട്. അപ്പൊ ഞാൻ പഠിച്ചത് ഈറോഡായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പ്രൊജക്ട് സെലക്ട് ചെയ്തു. അതിന്റെ ടോപ്പിക്, എന്റെ വൈവയുടെ ടോപ്പിക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ ബിഹേവിയർ ആണ്. ഈ കൺസ്യൂമർ ബിഹേവിയർ മറ്റൊരു ടോപ്പിക്, ഒരു 2 കാര്യങ്ങളുണ്ട്. ഐഡന്റിഫൈങ് ദ ബ്രാൻഡ്സ്. Okay, consumer behavior towards the best brands. If I'm right, if I'm able to recall, it is a topic. So what I have done was that I went to Erode, and there is a project binding shop, and I have given all the stories. So he himself prepared the project report for me. He prepared the samples, assessment tools, all those evaluation, everything been done. And now is the time wherein I'm gonna present my viva. I'm invited. In fact, ഞാൻ വൈവയ്ക്ക് പോവാണ്. ഈ വൈവയ്ക്ക് പോകുന്ന സമയത്ത് what I had done was that, similarly, resume നിങ്ങളുടെ കയ്യിലുള്ളത്, ഫോർ എക്സാമ്പിൾ ആസ് എ ഫ്രഷർ ഒരു 1-page resume, അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത്, ഇഫ് യു ഹാവ് ലോട്ട് ഓഫ് അക്കംപ്ലിഷ്മെന്റ്സ് ടു റൈറ്റ്, 2-page resume ഐഡിയൽ ആയിട്ട്, അല്ലെ? സോ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എന്റെ പ്രൊജക്ട് നന്നായിട്ട് പഠിച്ചു. And let me add upon, I was not doing the project. I have not collected any samples, but my project report is ready with an external project binding shop.
and now I'm done with my project and I'm here for the Viva. I could present well. And one question that I faced was, ഇത് എങ്ങനെയാണ് നിങ്ങൾ സാമ്പിൾ കളക്ട് ചെയ്തത്? ഞാൻ ആൻസർ പറഞ്ഞു, yes, this is a different industry. That is one thing, because beverages, liquor industry. So what I done was that I went to some bar, I went to liquor shops, and also ഞാൻ ഒരുപാട് വെള്ളം അടിക്കുന്ന ഒരുപാട് ആളുകളെ പല സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തു. അവരുടെ ഇന്റർവ്യൂ ഞാൻ നടത്തി എന്ന് പറഞ്ഞു. ആൻഡ് ക്വസ്റ്റിനെയർ ആണ് ഒരു സർവേ നടത്താനുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്കറിയാലോ, ക്വസ്റ്റിനെയർ. അപ്പോൾ ഒരുപാട് സാമ്പിൾ അപ്പോൾ കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, യെസ്, ഐ ഫേസ് ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ്. ഞാൻ പലപ്പോഴും അവർ സർവേ ഫിൽ ചെയ്യാൻ റെഡി അല്ലായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ മൈസെൽഫ് ഫിൽ ദ സർവേ. ആൻഡ് ഒരു വളരെ ഫേവറബിൾ ആയിട്ടുള്ള റെസ്പോൺസ് അല്ല എനിക്ക് കിട്ടിയത്, അൺഫേവറബിൾ ആയിട്ടുള്ള റെസ്പോൺസസ് ആണ്. ബട്ട് ഐ കുഡ് കംപ്ലീറ്റ് ഇറ്റ്. ആൻഡ് ഓൾ ദോസ്. പിന്നെ ഞാൻ ഇത് വളരെ എലാബറേറ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ആൻഡ് ഐ സ്കോർഡ് മാക്സിമം മാർക്സ് ഇൻ വൈവ. സോ നിങ്ങൾ റെസ്യൂമേയിൽ എഴുതുന്ന ഓരോ കാര്യങ്ങളും ensure that, make sure that you are able to master it, right? Please don't ever leave a space behind. Clear? Thank you, Andrea. So ഞാൻ പല കാര്യങ്ങളും ആവർത്തിച്ച് പറയുന്നത്, നമ്മളെല്ലാവരും വിർച്വൽ പ്ലാറ്റ്ഫോമിലാണ്. സോ പറയുന്നത് കുറച്ച് കാര്യങ്ങളാണെങ്കിലും I want to ensure that you are able to follow me. Clear? Thank you. And next point. And employee centric answers ne kuriche ningalku clear aayittundavu vicharikkunu. See that you are an intrapreneur. Intrapreneur means you are a part of the organization and you are feeling that this is my business and this is my investment and this is my infrastructure, everything. That means ningalku eppozhum oru pacha malayalathil paranja oru choodu undavum alle. Ende aanu njan paisa mudakkiya oru office aanu oru sthapanamaണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10 രൂപ തരികയാണ്, കറക്റ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റി. സോ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ചൂടുണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരാള് എപ്പോഴും സ്റ്റാഫ് 5 മണിയായി കഴിഞ്ഞാൽ 5 മണിക്ക് പോകണം. ടൈം മാനേജ്മെന്റിനെക്കാട്ടിലും ടാസ്ക് മാനേജ്മെന്റിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. ടാസ്ക് മാനേജ്മെന്റിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകളാണെങ്കിൽ 5 മണിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 5:30 വരെ നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ യു ഡോണ്ട് ഹാവ് എൻ ഇഷ്യൂ. You are ready to extend your time. You are ready to stay back because your prioritization. Clear? So my dear friends, next point is self-assessment. I think self-assessment ഏറ്റവും മനോഹരമായിട്ട് തന്നെ സർ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒരു 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ ആഡ് ചെയ്യുന്നു. SWOT അനാലിസിസും നമ്മുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞു. SWOT അനാലിസിസ് ചെയ്യുക, നിങ്ങളുടെ കോമ്പിറ്റൻസി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. എവിടെയാണോ നിങ്ങളുടെ വീക്ക്നെസ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വീക്ക്നെസ് നിങ്ങളെ സ്ട്രെങ്ത് കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. ക്ലിയർ? അതിന് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അത് എങ്ങനെ ചെയ്യാം? മറ്റൊരു മനോഹരമായിട്ടുള്ള ടെക്നിക് ജോസഫും ഹാരിങ്ടണും കൂടെ നിങ്ങളുടെ മുന്നിൽ ഇട്ട് തന്നിട്ടുണ്ട്, ജൊഹാരി വിൻഡോ. ലെറ്റ് മീ നോട്ട് talk about Johari window, but still I just want to mention the name of the concept and model so that once you get time, please refer through so that you will be able to identify and understand more about self-exploration and maintaining interpersonal relationship. Clear? So always, my dear friends, self-assessment is important. Before attending any interview, once you are able to understand about yourself, then you can break all the limitations and fly like a phoenix. Perform well inside the interview cabin. Clear? ഇപ്പൊ നമുക്കറിയാം, പണ്ട് മലയാള സിനിമയിൽ വളരെ ഏറ്റവും മികച്ച മറ്റൊരു നടനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയില്ല. പത്മദളാക്ഷൻ, കോഴിക്കോട്ടുകാരനായ പത്മദളാക്ഷൻ. ആർക്കും അറിയില്ല. ഈ പത്മദളാക്ഷൻ നമ്മുടെ എനിക്ക് തോന്നുന്നു വൈക്കം മുഹമ്മദ് ബഷീർ, വിൻസെന്റ് സാർ സംവിധാനം ചെയ്ത ഭാർഗവി നിലയത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു പേര് കിട്ടി, കുതിരവട്ടം പപ്പു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്ന്. എന്നിട്ട് താൻ ചോദിക്കും ഞാൻ ആരാണെന്ന്, തനിക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ ആരാണെന്നും താൻ ആരാണെന്നും. സിമിലർലി മൈ ഡിയർ ഫ്രണ്ട്സ്, സെൽഫ്
It is all about managing yourself, assessing yourself. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ഏതൊരു ഇന്റർവ്യൂവിനെയും ബീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. Your dream job at your dream company, very much possible because ഞാൻ ആരാണെന്ന് എനിക്കറിയാം. That is what. Clear? പിന്നെ മറ്റൊരു കാര്യം കൂടി, സെൽഫ് അസസ്മെന്റ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ പൊസിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. That helps in positioning. When I talk about positioning, you can be, action man or action woman, process oriented, goal oriented, right? Everything comes your way. Okay? So next point, 6th point, what is the time now? Let me, yes, we have 15 minutes. Hard skills and soft skills, all right? Hard skill പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഏതൊരു ഇന്റർവ്യൂ എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്ന 2 കാര്യങ്ങളാണ് ഹാർഡ് സ്കിൽ, സോഫ്റ്റ് സ്കിൽ. അക്കാഡമിക്കലി, കാരണം ഇന്ന് പല സ്റ്റഡീസും, ഈവൻ ബ്രിട്ടീഷ് യൂണിയന്റെ സ്റ്റഡീസ് ഉണ്ട്, 2012 2007 പല സ്റ്റഡീസും പറയുന്നത് കുട്ടികൾ എല്ലാവരും അക്കാഡമിക്കലി സ്ട്രോങ് ആവാനുള്ള കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആണ്. പക്ഷെ അതും ഒരു ബിറ്റർ റിയാലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% of students who are coming out of the campus are not employable even in terms of their academic proficiency. And that is the reason why central government and Kerala government, state governments, they're coming up with a lot of skill enhancement initiatives. You could see Niti Aayog, Skill India, ASAP, NSDC, National Skill Development Corporation. Why? Because ഇന്ന് അൺഎംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് എഞ്ചിനീയർമാരും മാനേജ്മെന്റ് ഗ്രാജുവേറ്റ്സും എനി സ്ട്രീം പഠിച്ചിറങ്ങി വരുന്നത് ജോലി ഇല്ലാഞ്ഞിട്ടല്ല ജോലി കിട്ടാത്തത്, മറിച്ച് എത്ര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ യു ഹാവ് എ സ്പേസ്, യു ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് പൊസിഷൻഡ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് അബൌട്ട് യുവർ സ്കിൽ, ഇറ്റ് ഈസ് അബൌട്ട് your performance. കാരണം സ്കില്ലുകളെക്കാട്ടിലും rather than the skills, ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്, ഇന്റർവ്യൂവർ നിങ്ങളിൽ നോക്കിക്കാണുന്നത് how well you are the perfect or best fit. അതാണ് അവർ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്യണം, എന്ത് പ്രൂവ് ചെയ്യണം? Yes, my dear friend, I am the best fit for your organization, right? Because I have the skill set, I have the quality. നിങ്ങൾക്ക് ഈ റെസ്യൂമെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ കൊണ്ടുപോകുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് അറിയാം, കമ്പനിയെ കുറിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതുപോലൊരു ട്രാൻസ്പെറന്റ് ഫയൽ നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങളുടെ പ്രൊഫൈൽ, റെസ്യൂമെ എന്തായാലും നിങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കും. ഇപ്പൊ ചില കമ്പനീസ് അവരുടെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഫോമാറ്റിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എഴുതാൻ പറയും. അതിലൊന്നും ഒരു മടിയും വിചാരിക്കരുത്. നിങ്ങളുടെ ക്ഷമയോടുകൂടി, കാരണം ഇത്രയും പാർട്ടിസിപ്പൻസ് ഇവിടെ ക്ഷമയോടുകൂടി കേൾക്കുന്ന പോലെ തന്നെ പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷമയോടുകൂടി നിങ്ങൾ എഴുതണം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും എവറിത്തിങ് ഇസ് ദെയർ ഇൻ ദ റെസ്യൂമേ, then why should I write again? Don't ever think like that. When you are asked to do that with ease and smile, right? Definitely, certainly I'll do it. Thank you very much എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതാൻ തുടങ്ങണം. എന്നിട്ട് വൃത്തിയായിട്ട് എഴുതി കൊടുക്കണം. ഇനി അപ്പൊ നിങ്ങളുടെ റെസ്യൂമേയും ഇതെല്ലാം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ ബ്ലാങ്ക് ആണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ എല്ലാവരും ഒന്നും ചോദിക്കണമെന്നില്ല, അല്ലെ? ചിലരെ ചോദിക്കാം, ഡിപ്പെൻസ് ഓൺ ദ ഇന്റർവ്യൂവർ. പക്ഷെ കമ്പനിയെ കുറിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫയലിന്റെ മുകളിൽ ഉണ്ടാവണം. കാരണം there is a probability, അവർ കാണാനുള്ള ഒരു ചാൻസ് ആണ്. They may look at your file and they may go through the sheet. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, but may create a big impact or difference. Then yes, so these are the and soft skills. Hard skills എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോറിൻ ലാംഗ്വേജിന്റെ എക്സ്പെർട്ടീസ്, നിങ്ങളുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗുള്ള എക്സ്പെർട്ടീസ്. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആഡ് ഓൺ കോഴ്സ്, right? And you can write about your projects, your internship, your exposure, your scholastic, credential certification, volunteering, everything you can write. At the same time, hard skill, നിങ്ങൾ വരുന്ന ആഡ് ഓൺ സർട്ടിഫിക്കേഷൻ.
ഫോർ എക്സാമ്പിൾ ഇന്ന് MBA ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ഏതൊരു സ്ഥാപനങ്ങളും അല്ലെങ്കിൽ കുട്ടികളും കാൻഡിഡേറ്റ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വന്തം അക്കാഡമിക് പഠനത്തിന്റെ ഒപ്പം പുതിയ പുതിയ കാര്യങ്ങൾ അവർ ആഡ് ചെയ്യും. അതെന്തിനാണെന്നറിയോ? ഇപ്പൊ ആൻഡ്രിയയും പ്രിയങ്കയും ആതിരയും കൂടെ ഒരു ഇന്റർവ്യൂവിന് പോവാണ്. ആൻഡ്രിയ നന്നായിട്ട് വളരെ വൃത്തിയായിട്ട് എല്ലാം ചെയ്തു. പക്ഷെ പ്രിയങ്ക കുറച്ചുകൂടെ സ്മാർട്ടാണെന്ന് വെക്കൂ. പ്രിയങ്ക എന്ത് ചെയ്തു? പ്രിയങ്ക പഠിക്കുന്ന കോഴ്സിന്റെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഞാനിപ്പോൾ MBA കഴിഞ്ഞു. MBA ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ റീറ്റെയിൽ മാനേജ്മെന്റ് ആ കോഴ്സ് ചെയ്തു. അതൊക്കെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് അത് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇന്റർനാഷണൽ ബിസിനസ്. അതുപോലെ തന്നെ ആതിര പൈത്തോൺ ചെയ്യാണ്, ജാവ ചെയ്യാണ്, അല്ലെങ്കിൽ SAP ചെയ്യാണ്. സോ ഇത്തരത്തിലുള്ള ആഡ് ഓൺ കോഴ്സസ് എല്ലാം. അതുപോലെ തന്നെ CRM. എവറി ഓർഗനൈസേഷൻ ഹാസ് ദെയർ ഓൺ CRM. And once be it in sales, be it in commerce, be it anything, ERP, enterprise resource planning illatha organization illa. So my dear friends, you cannot expect you get trained for 6 months or 10 months. And company want to hire you means you should be able to express yourself in such a manner that you are a ready-made product. You hire me, next day onwards I'm ready to contribute. I will be an asset to your organization, right? അത്തരത്തിലായിരിക്കണം നിങ്ങൾ ഫീൽ കൊടുക്കേണ്ടത്. കാരണം എനിക്കറിയാം, നേരിട്ടറിയാം, 6 മാസം 9 മാസവും കീപ് ഓൺ ട്രെയിനിങ് മീൻസ് വാട്ട്? ഇൻവെസ്റ്റ്മെന്റ് ബൈ ദ കമ്പനി അപ്പോൺ യു, റൈറ്റ്? കമ്പനി ഡോണ്ട് ലൈക്ക് ദാറ്റ്. കമ്പനി വാണ്ട് ബിസിനസ് പ്രൊഡക്ടിവിറ്റി, ബട്ട് ചെയ്തല്ലേ പറ്റൂ, റൈറ്റ്? ബിക്കോസ് ഒരു കമ്പനിയും ഒരിക്കലും 3 മാസം കൊണ്ട് നിങ്ങളെ പറഞ്ഞു വിടാനോ 6 മാസം കൊണ്ട് പറഞ്ഞു വിടാനോ പറഞ്ഞിട്ടല്ല കമ്പനികൾ നിങ്ങളെ ഹയർ ചെയ്യുന്നത്. ഹയറിംഗ് പ്രോസസ് ഇസ് നോട്ട് ദാറ്റ് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. എവറി കമ്പനി ഹാസ് ദെയർ ഓൺ പോളിസീസ് ആൻഡ് സ്ട്രക്ചർ, റൈറ്റ്? സോ സീ ദാറ്റ് ദിസ് ഇസ് എ വാല്യുബിൾ ടൈം ദാറ്റ് ദ ഇന്റർവ്യൂവർ ഈസ് സ്പെൻഡ് ഫോർ യു ഓർ ഫോർ ദ കമ്പനി. സോ അത്രയും ഒരു സീരിയസ്നെസ്സോട് കൂടിയാണ്. കാരണം വെൻ ഐ സേ സീരിയസ്നെസ്, എന്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാനിത് പറയുന്നത്. ചിലരൊക്കെ ഒരു സേക്ക് ഓഫ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ചെറിയ കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകും, വലിയ കമ്പനിയിൽ വളരെ സീരിയസ് ആയിട്ട് പോകും. That should not be the case. Be it a small company, be it a startup or a big company or a mid-sized organization, your responsibility is to create impression. Who knows? The guy with whom you just interacted might be the CEO of the big company after a few months, right? So my dear friends, any platform, explore it. നിങ്ങൾ എപ്പോഴും നെപ്പോളിയന്റെ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യണം. നെപ്പോളിയൻ എന്ത് ചെയ്തു? നെപ്പോളിയൻ പറഞ്ഞ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇഫ് ഓപ്പർച്യൂണിറ്റി ഡസൻ നോക്ക് യു, ബിൽഡ് എ ഡോർ. അവസരങ്ങൾ നിങ്ങളെ തേടി വരാത്ത സമയത്ത് അവസരങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കണം. സോ ആ ഒരു കോൺഫിഡൻസിലായിരിക്കണം ഇന്റർവ്യൂവറുടെ മുന്നിൽ നിങ്ങൾ പോകേണ്ടത്. അല്ലാതെ, കാരണം നിങ്ങളുടെ മുന്നിൽ പല ടെൻഷനുകളാണ്. ഫോർ എക്സാമ്പിൾ, ജോലി കിട്ടുമോ, ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയിട്ട് വേണം എന്റെ ഫാമിലിയെ നോക്കാൻ, അല്ലെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ, right? Pressure of your peers, pressure of your family, your friends, reputation of your college, everything depends on your performance. So my dear friends, jolly kittam kittadirikam. If you get it, very good. If you don't get it, veelunadalla prashnam ennu parayarilla. If you fall 7 times, stand up 8. Every interview is a learning experiment or experience, right? അടുത്ത ഇന്റർവ്യൂവിലേക്ക് നിങ്ങൾ ഇത് ഏറ്റെടുക്കണം. അല്ലാതെ അയ്യോ എനിക്ക് ജോലി കിട്ടിയില്ല അങ്ങനെ ആവും. ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഈ ഒരു ബിന്ദാസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് ആ ഒരു ക്യാബിൽ ആ ഒരു 15 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള 1-2 എക്സാമ്പിൾ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. APJ അബ്ദുൽ കലാം പണ്ട് ഇന്റർവ്യൂവിന് പോയി, SSB ഇന്റർവ്യൂവിന് പോയി. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ എൻഹാൻസ് ചെയ്യണം, റൈറ്റ്? അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം എക്സാമ്പിൾ ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു. അപ്പോ കൊറിയ മനുഷ്യനായ പുള്ളിക്ക് SSB സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ ഇന്റർവ്യൂവിന് പുള്ളി ഡിസ്ക്വാളിഫൈഡ് ആയി. തിരിച്ചു വന്നു അയ്യോ എനിക്ക് ജോലി കിട്ടിയില്ല ഇല്ല. പുള്ളി സ്ട്രീറ്റ് ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിന് സമയം കണ്ടെത്തി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, പഠിച്ചു. എന്നിട്ട് സാധാരണ ഒരു ബസ്സിൽ കയറി. എന്നിട്ട് ആ ബസ് ചെന്നെത്തിയത് രാമേശ്വരത്തിന് പുറപ്പെട്ട ബസ്സാണ്. രാഷ്ട്രപതി ഭവനിലാണ് ചെന്നെത്തിയത്. The missile man to deck the crown of the Indian president. This is what. Similarly, same like that, Amitabh Bachchan All India Radio interview പോയി, rejected ആയി. And now he's, കാരണം അദ്ദേഹത്തിന്റെ സൗണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞു. And now he is honor of the iconic voice.
See that. Lot of examples you have, my dear friends. Have the confidence. ഓരോ ഇന്റർവ്യൂ റൂമിലും നിങ്ങളുടെ ആത്മവിശ്വാസം, കാരണം നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഇന്റർവ്യൂവർക്ക് പോലും നിങ്ങൾ കൊടുക്കാൻ പറ്റണം, നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. അതിന് നിങ്ങൾ വളരെ എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം, ഊർജ്ജസ്വലമായിരിക്കണം. ഈ ഊർജ്ജസ്വലത, കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ചത്തിൽ ബഹളം വെക്കലല്ല. ബട്ട് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളിലും ക്ലാരിറ്റി വേണം. നിങ്ങളുടെ ആശയവിനിമയത്തിൽ വോയിസ് മോഡുലേഷൻ വേണം. നിങ്ങളുടെ നോൺ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ഷാർപ്പൻ ചെയ്ത് അവിടെ പതിക്കണം അല്ലേ. അതുപോലെ ഐ കോണ്ടാക്ട്, ഒരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യണം. പിന്നെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ക്വാളിറ്റീസ് ആവട്ടെ, നിങ്ങളുടെ എക്സാമ്പിൾസ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾ എക്സ്പ്ലെയിൻ, കാരണം ഡോണ്ട് ഡിസ്ക്രൈബ് ചെയ്യല്ല അവർക്ക് വേണ്ടത്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്റർവ്യൂവർ എക്സ്പെക്ട് ചെയ്യുന്നത്, റൈറ്റ്? സോ അത് നിങ്ങൾ പറയുന്ന സമയത്ത് വളരെ ഡിറ്റർമിനന്റ് ആയിരിക്കണം. ദൃഢനിശ്ചയം നിങ്ങളുടെ വാക്കുകളിൽ അവർക്ക് വായിച്ചെടുക്കാൻ പറ്റണം. ഞാൻ എന്തൂസിയാസ്റ്റിക് ആണ്, ഞാൻ ഡിറ്റർമിനന്റ് ആണ് എന്ന് വാക്കുകളിലോ റെസ്യൂമേയിലോ നിങ്ങളുടെ ക്വാളിറ്റിയിലോ എഴുതിയിട്ട് കാര്യമില്ല. ദേ ഷുഡ് ഫീൽ ഇറ്റ്. ക്ലിയർ? ഇതൊക്കെയാണ് സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലിലും വരുന്ന കുറെ കാര്യങ്ങൾ. പിന്നെ സർ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്തു, ക്രോസ് കൾച്ചർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനിപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ലാസ്റ്റ് 3 years ആയിട്ട് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സോ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു അവിടുത്തെ കുട്ടികളുടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% കുട്ടികളും വരുന്നത് എവിടെ നിന്നാണ്? നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. കറക്റ്റ്? UP, ബീഹാർ, ജാർഖണ്ഡ് ഇതുപോലെയുള്ള സ്റ്റേറ്റ്സ് നിന്ന്. ക്രോസ് കൾച്ചർ, റൈറ്റ്? അതുപോലെ തന്നെ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നൈപുണ്യ കോളേജ്. നൈപുണ്യ കോളേജിൽ ഓൾറെഡി ദേ ഹാവ് എ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ്. വൈ? എക്സ്പോഷർ. നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലും നിങ്ങളുടെ ഹാർഡ് സ്കില്ലും എൻഹാൻസ് ചെയ്യാനുള്ള എക്സ്പോഷർ. ഫ്യൂച്ചർ ഈസ് അബൌട്ട് സ്കിൽ. So my dear friends, when you get a platform to interact with people outside your comfort zone or boundary, do that. It is not just about, being alone or being isolated or quarantined. It is about leveraging the opportunities. Once you are able to do that, you can fly beyond your limits. Cross culture. കാരണം ഇന്റർവ്യൂവർ എക്സ്പെക്ട് ചെയ്യുന്നതും അത് തന്നെയാണ്. കാരണം ഒരു ടീമിലോട്ടാണ് വരുന്നത്, പല വേവ് ലെങ്ത് ഉള്ള, പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഒരു 4 ടിപ്സ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. റൈറ്റ്? സോ 7 points. So now the time is, we have 10 minutes. Okay? No, sorry, 7 minutes. We'll finish it off in time. We have 7 points in place. We have, let me yes, 1 second, sorry. Yes, 7 points. Ask intelligent questions. Dear job seekers, നിങ്ങൾ പറയുന്ന ഉത്തരങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പറയുമ്പോൾ ഇന്റർവ്യൂവർക്ക് അറിയാം നിങ്ങൾ അറിവിന്റെ ഒരു കലവറയാണ് എന്നുള്ളത്. ആൻസറിങ് promptly or clearly means you are knowledgeable. But how about asking questions, my dear friends? That shows your intelligence. Never ever come back. കാരണം നിങ്ങൾക്ക് എപ്പോൾ ചോദ്യം ചോദിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുവോ, don't miss it. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യവും അതിന്റെ ക്വാളിറ്റിയും വെച്ചിട്ടാണ് നിങ്ങളെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന മറ്റൊരു ക്രൈറ്റീരിയ. സർ, ഐ ഡോണ്ട് ഹാവ് എനി ക്വസ്റ്റ്യൻ, വെൻ ക്യാൻ ഐ ജോയിൻ യു? അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാം, പക്ഷേ ഹൗ മച്ച് ഈസ് മൈ സാലറി? അപ്പോൾ ഇന്റലിജന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കണം, റൈറ്റ്? അത് പലതരത്തിലുണ്ട്. ഞാൻ 1-2 എക്സാമ്പിൾ മാത്രം പറഞ്ഞുതരാം. ഓൾറൈറ്റ്? 1-2 എക്സാമ്പിൾ about the growth strategies of the organization. Okay? ഈ ഇന്റർവ്യൂവിന്റെ അടുത്ത റൗണ്ടിനെ കുറിച്ച് അറിയാനുള്ള നിങ്ങളുടെ ക്യൂരിയോസിറ്റി. 3, ഗ്രോത്ത് ആൻഡ് ലേണിംഗ് സ്ട്രാറ്റജീസ് ചോദിക്കാം. പിന്നെ ഈ ഞാൻ എടുക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷനിൽ ഇതിന്റെ പീക്കായിട്ട് എനിക്ക് ഏതുവരെ പോകാൻ പറ്റും, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ? ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. Hope we will discuss all those things in another platform. But ഒരുപാട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫീൽഡാണ്. Be knowledgeable while answering the questions, but be intelligent
while asking the questions. All right. Now, 8th point. Salary negotiation. ഞാൻ നല്ലൊരു നെഗോഷിയേറ്റർ ആണ് അഭിജിത്ത് എന്ന് പറഞ്ഞിട്ട് അഭിജിത്ത് എന്ത് ചെയ്യും? ഇതൊരു കച്ചവടമാണ് അല്ലെ, ഒരു 2-minute കമേഴ്ഷ്യലാണ് നിങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്? നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യരുത് മക്കളെ. പക്ഷെ നിങ്ങൾ അവിടെ കാണിക്കേണ്ടത് എന്താണ്? Salary negotiation, a lot of things you need to take into account, and we have 5 minutes, so I'll give you 1 or 2 tips. All right. So ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു വാല്യൂ ക്രിയേറ്റർ ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഐ എം ഹിയർ ടു ക്രിയേറ്റ് വാല്യൂ. ആ വാല്യൂ ക്രിയേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ കയറി ബാർഗെയിൻ ചെയ്യലാവരുത്. ഇൻസ്റ്റെഡ് ഈ ജോലിക്ക് എത്ര ശമ്പളം കിട്ടും എന്നുള്ള ഒരു റിസർച്ച്, ഒരു സ്റ്റഡി നിങ്ങൾ ഇന്റർവ്യൂവിന് മുന്നേ തന്നെ നടത്തിയിരിക്കണം. ഓക്കെ, ദ മാർക്കറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ദിസ് പർട്ടിക്കുലർ റോൾ, അത് നിങ്ങൾക്ക് കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്. ഒബ്വിയസ്ലി ഗൂഗിൾ ഈസ് വൺ ആൻസർ. ദെൻ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കിൾ എക്സ്പ്ലോർ ചെയ്യാം, അലുമിനീസ് എക്സ്പ്ലോർ ചെയ്യാം, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പ്രൊഫഷണൽസ്, ഒരുപാട് ഒഫീഷ്യൽസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് സോഴ്സസ് ഉണ്ട്. ദാറ്റ് ഓൾറെഡി യു മൈറ്റ് ഹാവ് കം അക്രോസ് വൈൽ ഡിസ്കസിംഗ് ദ സോഷ്യൽ മീഡിയ job hunting, correct? So this is what, my dear friends, you create value and share value so that you'll be able to negotiate in a much better way, understand about the salary structure of this organization and about the general market scenario. That is one thing. Second thing, നിങ്ങൾക്ക് ചോദിക്കാം വളരെ പൊളൈറ്റ് ആയിട്ട്. കാരണം പങ്ക്ച്വാലിറ്റി, പൊളൈറ്റ്നെസ്സിനെ കുറിച്ചും പങ്ക്ച്വാലിറ്റിയെ കുറിച്ചൊന്നും ഞാൻ പറയാത്തത്, ഇതെല്ലാം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഇന്റർവ്യൂ റൂമിൽ നിങ്ങൾ സമയത്തിന് എത്തണം എന്നോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ധരിക്കണം എന്നോ ഞാൻ പറയാത്തത്. കാരണം ഡ്രസ് കോഡ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓൾറെഡി യു നോ ദാറ്റ്. ആൻഡ് ഈച്ച് ആൻഡ് എവറിത്തിങ്, നമ്മൾ ജീൻസ് ധരിച്ചിട്ട് ഇന്റർവ്യൂവിന് പോകരുത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിക്കോസ് ഡ്രസ് കോഡ് തന്നെ മറ്റൊരു വിഷയമായതുകൊണ്ടാണ്. പ്ലീസ് ഡോണ്ട് ഫീൽ അതർവൈസ്. സോ ദിസ് ഈസ് അബൌട്ട് വാല്യൂ ക്രിയേഷൻ. ക്ലിയർ? പിന്നെ ഓരോ കമ്പനിക്കും ഓരോ പൊസിഷൻ അനുസരിച്ച് ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം. അതിനാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, കമ്പനിയെ കുറിച്ചും ആ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചും ആ ജോലിക്ക് ഈ കമ്പനി ഓഫർ ചെയ്യുന്ന പാക്കേജിനെ കുറിച്ചും നമ്മൾ നന്നായിട്ട്, ഞാൻ വീണ്ടും പറയുന്നത്, സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് ഒരു വാല്യൂ ക്രിയേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് എവറി റൈറ്റ് ടു നെഗോഷിയേറ്റ് സാലറി. ആ നെഗോഷിയേഷൻ തന്നെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യേണ്ടത് പല തരത്തിലായിരിക്കണം. ഐ എം ഷുവർ ദാറ്റ് ഐ കുഡ് ബി a value addition to the company because already you have proven that you have the skills, you are a perfect fit, right? പിന്നെ ഒരു കാര്യം കൂടെ, നമുക്കറിയാം ഏതൊരു മാച്ചിന്റെയും, ഇപ്പോൾ നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഓവറിൽ 13 റൺസ് വേണം അല്ലെ, ആ സമയത്ത് അദ്ദേഹം വിജയിപ്പിച്ചു. അതുപോലെ കൊൽക്കത്ത ഡൽഹി മത്സരത്തില് എന്ത് സംഭവിച്ചു? ഒരു സിക്സറിലൂടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏതൊരു നിമിഷവും നിങ്ങൾ പതറിപ്പോകുന്നു എന്ന് തീരുമാനിച്ചെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബൗൺസ് ബാക്ക്. റൈറ്റ്? യു മേ ബി ആൻസറിങ് ഇൻ ദ വേ you are not expecting or they are not expecting, right? But don't feel bad or don't feel down, right? See that, yes, I am here to bounce back. And അടുത്ത ആൻസർ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. So bring up or bring back your confidence. ഇതാണ് ചാലഞ്ചസിനെ ഓവർകം ചെയ്യാനുള്ള കഴിവ്. കാരണം ഇത് പെർപ്പസ്ഫുള്ളി, കാരണം ഇന്റർവ്യൂ പല തരത്തിലുണ്ട് നിങ്ങൾക്കറിയാം. ഡ്യൂറിങ് സ്ട്രെസ് ഇന്റർവ്യൂ സമയത്താണ് നിങ്ങളെ പെർപ്പസ്ഫുള്ളി സ്ട്രെസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കാരണം ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് തന്നെ ശരിക്കും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് ചിലപ്പോൾ ചെറിയ അവയർനെസ് കുറവുണ്ടാവും. അപ്പൊ ഒരു പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസോ നിങ്ങളെ ഇമോഷണലി മനഃപൂർവ്വം ഡൗൺ ആക്കാൻ വേണമെങ്കിൽ ദേ ക്യാൻ ഡു ദാറ്റ്. സോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും ദ വേ യു ആൻസർ, അതിൽ നിന്ന് അവർക്ക് പിടിക്കാൻ പറ്റും. ബട്ട് ഇഫ് യു ആർ ഏബിൾ ടു ബൗൺസ് ബാക്ക് ഇൻ ദ നെക്സ്റ്റ് ആൻസർ, ദേ ക്യാൻ ഓൾവേസ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ലൈക്ക് യു ക്യാൻ ഓവർകം ചാലഞ്ചസ്. റൈറ്റ്? ക്രിറ്റിസിസത്തെ കൺസ്ട്രക്റ്റീവായി കണ്ടുകൊണ്ട്, കാരണം ഇതെല്ലാം ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്.
but it is about adaptability. Clear? So next point, resume focus. This is the 9th point. Right? Please include lively and action-oriented words. 20 സെക്കൻഡ് ആണ്, 20 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങളുടെ റെസ്യൂമെ ഇങ്ങനെ അവർ ഓടിച്ചു വിടും. ബട്ട് see that you are constructing your, I'm using not writing your resume, construct your resume with a beautiful foundation and ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ റെസ്യൂമെ. സോ സർ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, spend 30 minutes or 1 hour for your resume. That is, you are sharpening your axe. Do that. ഇതിൽ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ അത് എക്സാജറേറ്റ് ചെയ്യുന്നില്ല. When I say exaggeration, please don't exaggerate your resume. Restrict it. അതുപോലെ തന്നെ ഏറ്റവും നല്ല ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ്ലി ആയിട്ടുള്ള ഒരു കഥ കൂടെ പറഞ്ഞുതരാം. ഒരു പെൺകുട്ടി ഒരു ട്രൂ ലൈഫ് എക്സാമ്പിൾ ആണ്. ഒരു റെസ്യൂമെ ആയിട്ട് ഒരു ഇന്റർവ്യൂവിന് പോയപ്പോൾ ഇന്റർവ്യൂവർ അതിൽ നോക്കി ഇക്കിബാന. ഓക്കെ, അണ്ടർ ഹോബീസ് she has written something like ikebana, but the interviewer knows about it. So what he had done was that he called his assistant and they somehow managed to arrange some flowers and vase. And for your information, my dear friends, ikebana is a Japanese art of arranging the flowers, and she never expected it, but she could manage it in a fantastic way. She arranged it beautifully and she got selected. This is whatever you want to write in your resume, do that, provided you are able to master the resume. Yes? And once you're able to do something unique, write something unique, you can always drive your interview session in the manner, in the way you want. Right? That is what. So last point is job hunting. കാരണം നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് കാലിബർ ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ആ കഴിവിനെ നിങ്ങൾക്ക് ബിസിനസ് ആക്കാൻ, കമേഴ്ഷ്യലൈസ് ചെയ്യാൻ, നല്ല രീതിയിൽ സെല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദർ ഇസ് നോ യൂസ്. ഇന്നത്തെ കാലത്ത് ജോബ് ഹണ്ടിങ് വളരെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് വഴികളുണ്ട്. പ്രത്യേകിച്ച് ഫ്രഷേഴ്സിന് തന്നെ ഫ്രഷേഴ്സ് വേൾഡ് ഉണ്ട്. ഇങ്ങനെ ഒരുപാടുണ്ട്. For your information, what I had done was that, I am not aware of all these things, but I have written for you. I'll just read for you. Okay. എനിക്ക് തന്നെ എല്ലാത്തിൻ്റെയും പേര് ഓർമ്മയില്ല, ബട്ട് സ്റ്റിൽ ഇന്റേൺശാല, freelancer.com, indeed.com, freshersworld.com, fresherslive.com, right? പിന്നെ നമുക്കറിയാം നമ്മുടെ നോർമൽ shine.com, Naukri, Times Jobs, Monster, Times, all those things, right? These are the reliable sites, but there are other sites as well, right? Job consultancies ഒരുപാടുണ്ട്. Push your resume. 1, 2, നിങ്ങൾക്ക് അമേരിക്കയിലെ ഒരു കമ്പനിയിലെ പ്രൊഫൈൽ നിങ്ങൾക്ക് അയക്കണം. നിങ്ങൾക്ക് ഇമെയിൽ ID സെർച്ച് ചെയ്ത് അങ്ങോട്ട് അയക്കാം. വെബ്സൈറ്റിൽ കയറി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആൻഡ് ഇന്നത്തെ കാലത്ത് മറ്റൊരു ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ് വീഡിയോ റെസ്യൂമെ. ഗ്രീൻ ഇന്റർവ്യൂ പോലെയുള്ള കുറെ വീഡിയോ റെസ്യൂമെ അപ്ലോഡ് ചെയ്യുന്ന സൈറ്റ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കസിൻ ഉണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, ലിങ്ക്ഡിനിലുള്ള നിങ്ങളുടെ കണക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പ്രൊഫഷണൽസ്, HR പ്രൊഫഷണൽസ് ഉണ്ടാവും. വാട്ട് യു ക്യാൻ ഡു ഇസ് ദാറ്റ് യു ക്യാൻ സെൻഡ് വീഡിയോ റെസ്യൂമെ, റൈറ്റ്? വളരെ പ്രൊഫഷണലി ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആര് കണ്ടു, ചിലപ്പോൾ വൈറലായാൽ യു വിൽ ബി ഹയർഡ്. The moment they notice something is there, you are hired, right? The opportunities is like an ocean, my dear friends. You go and find it out. This is what job hunting. Right? ഇനി ഒരു 4 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ ഈ സെഷൻ ക്ലോസ് ചെയ്യാണ്. എനിക്കറിയാം ഞാൻ 4 മിനിറ്റ് എക്സീഡ് ആയി, ബട്ട് സ്റ്റിൽ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോർമലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഞാൻ എന്ത് ചെയ്യും, ഇപ്പൊ നമുക്ക് റിയൽ ആയിട്ട്, കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഹയർ ചെയ്യാൻ വരുന്ന HR അല്ലെങ്കിൽ കോർപ്പറേറ്റ്, കോർ കമ്പനീസ്, സ്റ്റാർട്ടപ്സ്, ഇവർക്കെല്ലാം കുറെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. ആ ആവശ്യങ്ങൾ തേടിപ്പോലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണി. അത് നിങ്ങളുമായിട്ട്, നിങ്ങളെ പോലെയുള്ളവരുമായിട്ട് പങ്കുവെക്കുക. കാരണം ഞാൻ കഴിഞ്ഞ 2019 ഇവിടെ കൊച്ചിയിലെ ഒരു കോളേജിൽ ഒരു HR ബിസിനസ് കോൺക്ലേവ് നടന്നു.
സോ ഞാൻ അതിൽ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. അതിൽ വന്നിട്ടുള്ള ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ കമ്പനീസ്, നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ, റിലയൻസിലെ, വിപ്രോ, ഇൻഫോസിസ്, TCS, മഹീന്ദ്ര, ഇങ്ങനെ കോർ കമ്പനീസിന്റെ HR VP, HR മാനേജേഴ്സ്, CEO എല്ലാം വന്നിരുന്നു. I got an opportunity to interact with a few of them. അപ്പോൾ ഞാൻ ചോദിച്ചു, മൈ ഡിയർ, ചോദിച്ചു എന്ന പേര് വെച്ചിട്ട്, സർ വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ ഫ്രം ദ ക്യാമ്പസ് once you want to recruit some fresh hands? അപ്പൊ അവർ 4 കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലും എല്ലാം ഇമ്പോർട്ടന്റ് ആണെങ്കിൽ തന്നെ ഒരു 4 കാര്യങ്ങൾ, you can call it as, you can include that in soft skill or hard skill category, that is all up to you. One thing is adaptability, because you are able to perform well means you will get a job, but നമ്മൾ ജോലിക്കല്ല, നമ്മുടെ കരിയർ എൻഹാൻസ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, കറക്റ്റ്? അപ്പൊ ഈ കരിയർ എന്ന് പറയുമ്പോൾ ഒന്ന്, നിങ്ങൾ അഡാപ്റ്റബിൾ ആണെന്ന് അവർക്ക് തോന്നണം. ഇപ്പൊ നമ്മളെല്ലാവരും സൂമിലൂടെ ഇന്ററാക്ട് ചെയ്യുന്നു, കോവിഡിനെ നമ്മൾ അതിജീവിക്കുന്നു. അഡാപ്റ്റബിലിറ്റി, കാരണം ഓരോ കമ്പനി നിങ്ങളെ ഹയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്സിൽ, അല്ലെ, അവിടെ എല്ലാം, ഫോർ എക്സാമ്പിൾ US സൈറ്റിൽ നിങ്ങൾക്ക് ഓൺ സൈറ്റ്, ഓഫ് സൈറ്റ് എന്നൊക്കെ പറയുമല്ലോ, അവിടെയൊക്കെ നിങ്ങളെ ഡിപ്ലോയ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ജോബ് റൊട്ടേഷൻ വരാം, ജോബ് ലൊക്കേഷൻ മാറാം, ഷിഫ്റ്റുകൾ വരാം. ഇതെല്ലാം ഒരു ഇന്റർവ്യൂവറുടെ മനസ്സിലുണ്ടാവും. ആ മനസ്സ് വായിക്കാൻ നമുക്ക് പറ്റണം. ആ മനസ്സ് വായിക്കുക എന്ന് പറയുമ്പോൾ, ഒന്ന്, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട്, ഫോർ എക്സാമ്പിൾ കുഞ്ഞു കുട്ടികള്, നമ്മൾ വലിയ ആളുകളെ, അച്ഛനും അമ്മയും ഒക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ബോഡി ലാംഗ്വേജ് മാപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ അവർ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കണോ? അങ്ങനെയല്ല, ദാറ്റ് ഈസ് നോട്ട് മാപ്പിംഗ്. ബട്ട് ആ പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവരുടെ ബോഡി ലാംഗ്വേജ് മാച്ച് ചെയ്യുക, അവരുടെ കമ്മ്യൂണിക്കേഷൻ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ ക്യാബിനിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ഒരു റാപ്പോർട്ട്, ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, സർ മെൻഷൻ ചെയ്തിരുന്നു, അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. That enhances, that increases your chance, my friends. Clear? But then adaptability is one thing. Second thing, flexibility. ഏതൊരു ഓർഗനൈസേഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. സോ നിങ്ങൾ ഇന്റർവ്യൂ റൂമിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, അത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ആണെങ്കിലും, വൈ ഷുഡ് ഐ ഹയർ യു എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരത്തിലൂടെ പറയാൻ പറ്റണം, പ്രകടിപ്പിക്കാൻ പറ്റണം. വൈ ഷുഡന്റ് യു ഹയർ മീ എന്ന് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ക്ലിയർ? നിങ്ങൾ ഫ്ലെക്സിബിൾ ആണെന്ന്, കാരണം നിങ്ങളൊരു ജസ്റ്റ് ലൈക്ക് ദാറ്റ് പറയാതെ റിയൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ നൈപുണ്യ കോളേജിലെ ഒരു സ്റ്റുഡന്റ് ആണ്, നൈപുണ്യയിൽ ഒരു ഇവന്റ് നടന്നു, ആ ഇവന്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം, നിങ്ങൾ അതിൽ വോളണ്ടിയർ ആയിരുന്നു, നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കില്ല് നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, ടീമിനെ നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി, ഇതെല്ലാം നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സോ ദേ ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി ഈസ് എ വെരി ഗുഡ് ടീം പ്ലെയർ, ഹി ഈസ് ഫ്ലെക്സിബിൾ. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ചാലഞ്ചസിനെ നിങ്ങൾ ഓവർകം ചെയ്ത ഒരു സിറ്റുവേഷൻ പറയുകയാണ്. യു ഷുഡ് ബി റെഡി വിത്ത് ദാറ്റ് ആൻഡ് ദേ വിൽ ഇവാലുവേറ്റ്, ഓ ദിസ് ഗായ് ഈസ് ഏബിൾ ടു ഹാൻഡിൽ സിറ്റുവേഷൻസ്, പ്രോബ്ലം സോൾവിംഗ് ഇവാലുവേറ്റ് ചെയ്യും, ക്രിട്ടിക്കൽ തിങ്കിങ് ഇവാലുവേറ്റ് ചെയ്യും, ഓൾ ദീസ് തിങ്സ്. ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ്, സെൽഫ് അപ്ഡേറ്റിംഗ്. ഇപ്പൊ നിങ്ങൾക്കറിയാം നോക്കിയ ഈസ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്, കാരണം നോക്കിയ ബിലീവ് ദാറ്റ് ഹാർഡ്വെയർ ഈസ് എ മേജർ കോമ്പോണന്റ് ഓഫ് എനി മൊബൈൽ ഡിവൈസ്. What happened? They went behind Java and Android revolution came the other way. Samsung became the market leader. iPhone still continued because they are the premium. And Nokia is still struggling to come back because കാലത്തിനനുസരിച്ച് മാറാൻ നമുക്ക് പറ്റണം. സെൽഫ് അപ്ഡേഷൻ, പഠിച്ചുകൊണ്ടേയിരിക്കണം. ലാസ്റ്റ് പോയിന്റ്, ലേണിംഗ് കോഷ്യന്റ്. നമുക്കറിയാം ഇന്റലിജന്റ് കോഷ്യന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇമോഷണൽ കോഷ്യന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലേണിംഗ് കോഷ്യന്റ്. എവറി മൊമെന്റ്, every now and then you are open to learn new things. That should be the exploration that you should showcase inside the interview room with the interviewer. Once he is able to understand and evaluate, he is adaptable, he is flexible, he is able to update he has the eagerness to update himself or herself. He is a very good learner. എല്ലാം പഠിച്ചുകൊണ്ടല്ല നമ്മൾ ഇന്റർവ്യൂ റൂമിലേക്ക് പോകുന്നത്, പക്ഷേ പഠിക്കാനുള്ള ഒരു ഈഗർനെസ് ഉണ്ട് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ പഠിപ്പിച്ചെടുക്കും. ഓർഗനൈസേഷന് ഒരു അസറ്റാണ്, ഒരു ഫിറ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നല്ല പ്രസന്റേഷൻ, ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രസന്റ് ചെയ്യാൻ പറ്റണം. 93%. അതാണ് ഇന്റർവ്യൂ റൂമിൽ നിങ്ങൾ കാണിക്കേണ്ടത്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്,
You are hired. You are hired. Thank you very much for your patient listening. Thank you, Santosh sir. Over to you.